ചോക്ലേറ്റ്, ചോക്ലേറ്റ്. നീ ഇവിടെ എന്തെടുക്കുവാടാ? എന്ത് കിട്ടിയാലും എടുത്ത് വായിൽ വെച്ചോണം. ഈ ബ്രേസ്ലെറ്റ് ഹലോ പിങ്കി, നിത്യ വന്നായിരുന്നോ? നിനക്കും അവൾക്ക് എന്റെ തല്ലിട്ടും പറഞ്ഞേക്കാം. 2 ദിവസം മുമ്പല്ലേ അവൾ നിന്റെ വീട്ടിൽ വന്നത്. എനിക്ക് ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് കീ അവളുടെ കൊടുത്തിട്ടാ ഞാൻ പോയത്. ഇപ്പൊ എവിടെ ഉണ്ട്? വേറെ എവിടെയാ? ബാംഗ്ലൂരിലേക്ക് പോയി കാണും. വന്നിട്ട് അവള് ആരാ വന്നത്? ഏതോ ഒരു പെണ്ണ്. റോങ് അഡ്രസ്. നീ എവിടെ ഉള്ളത്? ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. ചേട്ടാ ഒരു ലിഫ്റ്റ് ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങളുടെ വണ്ടി പഞ്ചറായി പോയി. അതുകൊണ്ടാ. ആ ജീപ്പാ വണ്ടി പഞ്ചറായി പോയി. ആ ലിവറിങ് എടു. ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു ചേട്ടാ, ശരിയായില്ല. നമുക്ക് ഒന്നുകൂടി നോക്കാം. എവിടെ അവള്? അവളെവിടെ വേണം? അയ്യോ അടിക്കലേ ചേട്ടാ. അവിടെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? എന്തിനാണോ ഞങ്ങളെ തല്ലുന്നേ? അവളെ നിങ്ങൾ എന്താടാ പറഞ്ഞത്? ഏതവളെ? എത്ര പേരെ വിഷമിപ്പിച്ചോണ്ടാ? ആ പ്രാന്തിപ്പെണ്ണിന്റെ കാര്യമാണോടാ നീ പറയുന്നേ? അതെയോ? അവിടെ വെച്ച് തന്നെ ആ പെണ്ണ് ഞങ്ങളെ തൂത്ത് വരട്ടി ഇടിച്ചല്ലേ? അത് അവളുടെ അക്കൗണ്ട്, ഇത് എന്റെ സെറ്റിൽമെന്റ്. സോറിടാ, എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്ത. ഹായ് ഹായ്. ഇത്രയ്ക്ക് ടെൻഷൻ എന്താ ചേട്ടാ? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അവള് ബാംഗ്ലൂരിലേക്ക് പോയി. അതിനൊന്ന് ഫോൺ ചെയ്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാ പോരെ? വിളിച്ചതാ, എന്നിട്ട് അവളെ കിട്ടിയില്ല. ഓ, ഭ്രാന്ത് പിടിച്ചാ പിന്നെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആർക്കറിയാം. അവൾക്ക് ഭ്രാന്താണെന്നാണ് കരുതണേ? എങ്കിലല്ല. ചേട്ടാ ഞാൻ പറയുന്നത്, ബാംഗ്ലൂരിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കണ്ട ചേട്ടാ. വിളിച്ചിട്ട് വീട്ടിൽ പോയി അന്വേഷിക്കാൻ പറയണം. ആ താങ്ക്സ്. എന്താടാ ഇപ്പഴും ജീവനോടുണ്ടോ? നീ ഇപ്പൊ എവിടെയുണ്ട്? അളിയാ പറഞ്ഞാ വലിയ സർപ്രൈസ് ആവും. കമ്പനി ചെലവില് ബാംഗ്ലൂർ ടു ബാങ്കോക്ക്. നിന്റെ വാചകടി നിർത്തിയിട്ട് അർജന്റായിട്ട് നിത്യയുടെ വീട്ടിലേക്ക് ചെല്ല്. ഇത് തന്നെയാണ് വീട്. ഇത് തന്നെ ആയിരിക്കോ? ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ഒന്ന് വന്നേ. എന്താ ചേട്ടാ ഇവിടെ ആരുമില്ലേ? ഇല്ല, എവിടെ പോയതാ? കല്യാണത്തിന്. കല്യാണത്തിനോ? ആരുടെ? ഇവിടത്തെ മോളുടെ. ഇവിടത്തെ മോളുടെ. ഇവിടത്തെ മോള് നിത്യ. നിത്യയുടെ കല്യാണോ? ഗൗതം. കല്യാണോ? എവിടെയാ? ഓ ഷിറ്റ്. ഞാനിവിടെ പെട്രോൾ പമ്പിൽ നിൽക്കുക. എടാ ഗൗതം, ഗൗതം നിക്കടാ. ദാ ഇത് നോക്ക്. ഹായ് പിങ്കി. ആന്റി മരിച്ചറിഞ്ഞ ഞാൻ ഗൗതമിന്റെ വീട്ടിലേക്ക് പോയത്. അവൻ തനിച്ചായി പോയതിൽ ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നാൽ അവിടെ കാവ്യയെ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചാലും വിധി എന്താണോ അതിലേ നടക്കുകയുള്ളൂ. ഞാൻ ഇനി കേരളത്തിലേക്കില്ല. ഗൗതമിനെ എനിക്ക് മിസ്സായതിന് കാരണം ഞാൻ മാത്രമാണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഹോപ്പ് ഗൗതമും കാവ്യയും സന്തോഷമായിട്ട് ജീവിക്കണം. നിത്യ, നമുക്ക് ബാംഗ്ലൂർക്ക് പോകണം.